എൻ ശ്രീകുമാറിനോടും നാസർ കൊളായിയോടും. അതായത് ഈ ഷാഫി ആരോപണം ഉന്നയിച്ച CI അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് വസ്തുത വിവരിക്കുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ധരിച്ച ഹെൽമെറ്റിന്റെ കളറും അതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൈരളിയിൽ ബ്രേക്കിംഗ് ന്യൂസായി പോകുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷം ഷാഫിയുടെ ആരോപണം തെറ്റാണ് പറഞ്ഞത്. ആ കറുത്ത ഹെൽമെറ്റ് ഇട്ട ആളാണ് അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ കാക്കി ഹെൽമെറ്റ് ഇട്ട ആളാണ് അടിച്ചത്. ഞാൻ പറയുന്നത് ആ CI ഒന്നും അതിനെ പ്രതിരോധിക്കാൻ പോകണ്ടില്ല. കാരണം ഷാഫി ഇന്നലെ മെനിയാന്ന് വരെ ഒരു പോലീസുകാരന്റെ ചിത്രം കേരളമാകെ പ്രചരിപ്പിച്ച് ഇയാളെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളുമാണ്. ശ്രീകുമാറിനോട് ഈ നാസർ കൊളായിക്ക് മറുപടി ഉണ്ടോ ഈ വിഷയങ്ങളിൽ? അല്ല, ഈ CI ഇത് ഷാഫി പറഞ്ഞ CIയുടെ കാര്യത്തില് കൃത്യമായിട്ട് അഭിപ്രായം പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അപ്പൊ അത് സംബന്ധിച്ച വെബ്സൈറ്റിൽ എന്തായാലും അത് വിവരണമില്ല. വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ ഇങ്ങനെ അത് പുറത്താക്കി, അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി സംബന്ധിച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ സംഘർഷത്തിൽ ഏതാ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്താക്കിയത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണല്ലോ. അത് ആഭ്യന്തര വകുപ്പ് പറയട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ CIയുടെ വിഷയം. ആ CI പറഞ്ഞിട്ടുണ്ട് അത് താനല്ല. ഷാഫി പറമ്പിൽ ഇന്ന് പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ച ആ CIയുടെ കാര്യം തന്നെയാ പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണെന്ന്. ഇപ്പൊ VD സതീശനോട് പത്രലേഖ ചോദിച്ചപ്പോ റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് നാസർ കൊളായി പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രലേഖക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു വഴി നാസർ കൊളായി ഉണ്ടാക്കി കൊടുത്താൽ ഇതിന് ഉത്തരം കിട്ടും. മറുപടി പറയാം. പക്ഷെ DCC പ്രസിഡന്റ് പറയുന്നത് മറ്റൊരു പോലീസുകാരന്റെ പേര്, ഷാഫി പറയുന്നത് മറ്റൊരു പോലീസുകാരന്റെ പേര്. നിങ്ങളൊരു തീരുമാനത്തിലെത്തിയാൽ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. MP പത്രസമ്മേളനം നടത്തി പറയുന്നതും രാഷ്ട്രീയ നേതാക്കൾ മറ്റേ ഏതെങ്കിലും ഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹം തെളിവ് സഹിതം അടികൊണ്ട ഷാഫി പറമ്പിൽ MP ആണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. MPക്കാണ് അടിയിട്ടിട്ടുള്ളത്. ഇന്നേ വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നൊരു ഒരു BJPക്കാരൻ ചാനലിൽ നിന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MP പോകുന്ന മഷും മിണ്ടിയില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് ശ്രീകുമാർ ഒരു BJP RSS നേതാവ് 1 കോടി രൂപ വിലയിട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് 1 കോടി വിലയിട്ടു. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരാളുടെ തലയ്ക്കും വിലയിടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ നാസർ കൊളായി, അതായത് ഈ നേരത്തെ വരെ പറഞ്ഞിരുന്നത് പേരാമ്പ്ര സംഘർഷം എന്നത് പോലീസ് ഉണ്ടാക്കിയതെന്നൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഷാഫി സമ്മതിക്കുന്നുണ്ട് പുറത്തു നിന്ന് ആളുകൾ എത്തിയെന്ന്. അപ്പോൾ പുറത്തു നിന്ന് ആളുകൾ എത്തുകയും ഷാഫി പറമ്പിലിനെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഷാഫി വന്നതിന് ശേഷമാണ് അക്രമത്തിലേക്ക് നീങ്ങിയതെന്നായിരുന്നു പോലീസും നേരത്തെ അവിടുത്തെ ദൃക്സാക്ഷികളും ഒക്കെ പറഞ്ഞിരുന്നത്. അതിപ്പോൾ വ്യക്തമാവുകയാണ്. ഷാഫി തന്നെ സമ്മതിക്കുന്നു പുറത്തു നിന്ന് ആൾ വന്നുവെന്ന്. അങ്ങനെ ഒരു പ്രാദേശിക പരിപാടിക്ക് എങ്ങനെയാണ് പുറത്തു നിന്ന് ആളെത്തുന്നത്? അപ്പോൾ ആസൂത്രിതമായിരുന്നു അക്രമം അല്ലേ നാസർ കൊളായി? യാതൊരു സംശയമില്ലല്ലോ ജിംഷാദെ, അത് ആസൂത്രിതമാണെന്ന് ഉറപ്പല്ലേ. അവിടെ LDFന്റെ പ്രതിഷേധ പ്രകടനം നടന്നു. അതിന് കൃത്യമായി പോലീസ് അനുവദിച്ച സമയവും റൂട്ടും ഭരണകക്ഷിയാണ്. പോലീസ് അനുവദിച്ച സമയത്തിൽ നടത്തി, റൂട്ടിൽ നടത്തി, പിരിഞ്ഞു പോകാൻ ഇന്ന സ്ഥലത്ത് യോഗം ചേർന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അവിടെ പിരിഞ്ഞുപോയി. അത് കഴിഞ്ഞ് 5 മണിയോടനുബന്ധിച്ച് 5-5:30 മണിയോടുകൂടി UDFന്റെ പ്രതിഷേധ പ്രകടനം വരുന്നു. ആ പ്രതിഷേധം വന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് 1.5 മണിക്കൂർ കാത്തു നിന്നത് ഷാഫി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് റോഡിൽ നിന്ന് പ്രതിഷേധിച്ച് പ്രസംഗം നടത്തി പിരിഞ്ഞു പോകാം. ഷാഫി വന്നതിന് ശേഷം അതിൽ നമുക്കറിയാം ഈ UDFകാര് സ്ഫോടക വസ്തു വലിച്ചെറിയുന്നതിന് തൊട്ടു മുമ്പ് ആ സൈഡിലെ ബാരിക്കേഡിൽ കയറിയിട്ട് വായിൽ തോന്നിയ സകല വൃത്തികേടും വിളിച്ചു പറഞ്ഞ പോലീസിനെ വെല്ലുവിളിച്ച ഒരു തീവ്രവാദിയെ പോലെ നിന്നിട്ട് വെല്ലുവിളിച്ച ഒരു ചെറുപ്പക്കാരൻ അയാളെ പോലീസ് പിന്നീട് പിടികൂടിയല്ലോ. അയാൾ എവിടെയാണ്? അയാൾ കൊയിലാണ്ടി അസംബ്ലി മണ്ഡലത്തിലുള്ളതാണ്. അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ അപ്പുറമുള്ള അത്തോളിയിലെ കൂമുള്ളിയിൽ നിന്ന് വരികയാണ്. ആ ജാഥയിലെ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എവിടുന്നാണ് ആളുകൾ വന്ന് സംഘടിച്ച്. എത്ര മണിക്കൂറുകൾ അവിടെ നിന്നു. ഒരു പ്രതിഷേധ പ്രകടനം. എന്താണ്? ഒരു കോളേജിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. എന്തിനാ ഹർത്താൽ പ്രഖ്യാപിച്ചത്? നേരത്തെ ഷാഫി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ വീടിന്റെ ക്ഷീണമുണ്ട്.
അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയിലെ സംഭവം എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ രംഗത്തിറക്കണം. ഒന്ന്. രണ്ട്, ഇവര് നടന്നിട്ടുള്ള മരിച്ചുപോയ വയനാട്ടിലെ മരിച്ചുപോയ നൂറുകണക്കിന് മനുഷ്യരുടെ പേരിൽ പിരിപ്പിച്ച പണം ഇവരുടെ കയ്യിലും അത് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്റെ കയ്യിലുണ്ട് എവിടെ 85 ലക്ഷം. ഞാൻ വ്യക്തമായി ഇവരെ വെല്ലുവിളിച്ച ഓരോ മണ്ഡലത്തിൽ നിന്നും 2.5 ലക്ഷം വെച്ച് പിരിച്ച് 3 കോടിയിലധികം പിരിച്ച് പണം എവിടെ പോയി ചോദിക്കാനില്ല. 18 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 69 വയസ്സുള്ള പെൺകുട്ടികളെ വരെ കൺമുമ്പിൽ കാണുന്ന സകല സ്ത്രീരൂപങ്ങളെയും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കടപ്പുറ പങ്കിടാൻ വിളിക്കണമെങ്കിൽ ആ പണം എവിടെ പോകണം? പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒന്നും അയാൾ എന്താ പറഞ്ഞത്? ആദ്യ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ പൂർത്തീകരിക്കും, പുതുതായിട്ട് ഒരു പിരികൂടി നടത്തും എന്നാ പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഈ മഹാൻ പറയാണ് ഇങ്ങനെ വീടുണ്ടാക്കി കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമല്ല, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സംശയമില്ല, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് 25 വീടുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധ്വാനിച്ചിട്ട് തിരിപ്പിച്ചിട്ടല്ല, അധ്വാനിച്ച് പണം ഉണ്ടാക്കി 20 കോടി 48 ലക്ഷം കയ്യിൽ കിട്ടിയപ്പം അത് ഞങ്ങൾ സ്വന്തം വീടുണ്ടാക്കി കൊടുക്കാന്നല്ല DYFI പറഞ്ഞത്, അത് സ്റ്റേറ്റിനെ ഏൽപ്പിക്കാ ചെയ്ത് 100 വീടുണ്ടാക്കാൻ. ഇന്ന് വരെ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തു. യൂത്ത് കോൺഗ്രസിനെ നമ്മൾ എന്തിനു പറയുന്നു? മൂത്ത കോൺഗ്രസ് ഇല്ല ഇവിടെ, രാഹുൽ ഗാന്ധി ഇല്ല ഇവിടെ, പ്രിയങ്ക ഗാന്ധി ഇല്ല ഇവിടെ. അവരൊക്കെ എത്ര വീടുകളെ ഓഫ് ചെയ്തിരുന്നു? 100 വീട് പ്രിയങ്ക ഗാന്ധി, 100 വീട് രാഹുൽ ഗാന്ധി, 100 വീട് കർണാടക കോൺഗ്രസ്. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ പേരാമ്പ്ര മാത്രമാണ് വിഷയം എന്ന് പറഞ്ഞ് ഒഴുകുകയാണ് ചെയ്തത്. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തു. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ നാസർ കൊളായി, N. ശ്രീകുമാർ.